വാർത്തകൾ തുടരുമ്പോൾ സഭയിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനത്തെ പോലീസ് അതിക്രമം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യും. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന അടിയന്തര പ്രമേയ അവതരണത്തിന് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. എപ്പോഴായിരിക്കും ഈ ചർച്ച നടക്കുക? എത്ര മണിവരെയാണ് ചർച്ച? എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ? റോജിയം ജോൺ ഉൾപ്പെടെ പ്രതിപക്ഷത്തു നിന്നുള്ള 4 MLA-മാരാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായിട്ടുണ്ടായിരുന്ന ലോക്കപ്രദൻ, പ്രത്യേകിച്ചും തൃശ്ശൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവായ സുജിത്തിനെ പോലീസ് മർദ്ദിക്കുന്ന സംഭവം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ 2 വരിയിൽ മുഖ്യമന്ത്രി ഉത്തരം പറയുകയും ചെയ്തു. ഇത് കഴിഞ്ഞ സംഭവമാണെങ്കിൽ പോലും ഏറെ നാളായി മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തിന് സ്ഥലം മാറ്റിവെച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വിഷയമായതിനാൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് സഭയെ അറിയിച്ചതോടെ 12 മണി മുതൽ 2 മണി വരെ 2 മണിക്കൂർ സമയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പ്രധാനമായും സംസ്ഥാനത്ത് ഈ തൃശ്ശൂരിൽ മാത്രമല്ല മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ലോക്കപ്പ് മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിന്റെ പേരിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ പല മേഖലകളിലായി നടന്നു. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ വലിയ തരത്തിൽ പോലീസുകാരുടെ വീട്ടിലേക്കും മറ്റുമൊക്കെ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. നിരന്തരമായി ഉണ്ടാകുന്ന ഈ പോലീസ് മർദ്ദനങ്ങൾക്കെതിരെ ഇന്നലെ LDF യോഗത്തിലും മുഖ്യമന്ത്രി ഏകദേശം 40 മിനിറ്റ് എടുത്തുകൊണ്ടാണ് മറുപടി നൽകിയത്. അത്തരത്തിൽ ഈ വിഷയം വലിയ തരത്തിൽ ചർച്ചയായിരിക്കുന്നത് കൊണ്ടും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലുമൊക്കെയാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 12 മണി മുതൽ 2 മണി വരെ കൃത്യമായും പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഒരു അവസരം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കാനും. മാത്രവുമല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് വളരെ ശക്തിയോടുകൂടി തന്നെ ഈ വിഷയം സഭയിൽ അവതരിപ്പിക്കുവാനും ഭരണപക്ഷം ഉന്നയിക്കുന്ന വാഗ്വാദങ്ങൾക്ക് തടയിടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പ്രതിപക്ഷത്തിനുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് ഇന്നലെ മുതൽ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ പോലീസ് രാജ് നടപ്പിലാക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് തന്നെ അറിയില്ല ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് പോലീസ് നടത്തുന്നതെന്നും ഒപ്പം വ്യാപകമായി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉന്നയിക്കുന്ന സാഹചര്യം. DYFI SFI പ്രവർത്തകർക്ക് പോലും ഈ പോലീസ് സ്റ്റേഷനിൽ നീതി ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സഭ നിർത്തിവെച്ച ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി ആരോഗ്യ മന്ത്രിയുമൊക്കെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് ചോദ്യോത്തരവേളയിൽ മറുപടി നൽകിയിരുന്നു. ആരോഗ്യ മേഖല വളരെ കരുത്തുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. കഴിഞ്ഞ UDF സർക്കാരുമായി ഒരു താരതമ്യം നടത്തിയാണ് ആരോഗ്യമന്ത്രി വിഷയങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിൽ പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയം, അതിലേക്ക് പ്രതിപക്ഷ നേതാവ് ഇടപെടുകയും ചെയ്തു. അതായത് കഴിഞ്ഞ UDF സർക്കാരിന്റെ സമയത്ത് ജില്ലാ ആശുപത്രികളുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു എന്ന ഒരു മറുപടി ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് അതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത്തരത്തിൽ ഒരു നീക്കമല്ല, മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ എങ്ങും മെഡിക്കൽ കോളേജ് തുടങ്ങാൻ കഴിയില്ല, അതൊരു ശരിയായ മറുപടിയല്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ചോദ്യോത്തരവേളയിൽ തന്നെ ഉയർന്നു പൊങ്ങിയിരുന്നു. പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചത് മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് വാങ്ങിക്കുന്നതിനും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒക്കെ തന്നെ രോഗികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു. പ്രത്യേകിച്ചും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് വന്ന ആളിൽ പൈസ മേടിച്ചു, പഞ്ഞി മേടിപ്പിച്ചു എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ വിപുലമായ തരത്തിൽ ഉള്ള ആരോപണങ്ങൾ ആരോഗ്യവകുപ്പിന് നേരെ ഉയർത്തിയെങ്കിലും അതെല്ലാം തന്നെ കൃത്യമായി മറുപടി നൽകുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞു. ചോദ്യോത്തരവേള കഴിഞ്ഞ ഉടൻ അടിയന്തര പ്രമേയത്തിലേക്കാണ് കടന്നത്. അടിയന്തര പ്രമേയത്തിലുള്ള ചർച്ച 12 മണിക്ക് തുടങ്ങും. 2 മണിക്കൂർ സമയമാണ്. 2 മണിക്കായിരിക്കും ചർച്ച അവസാനിക്കുക. ശരി ബിനോയ്, ഇപ്പോൾ സംസ്ഥാനത്തെ പോലീസ് അതിക്രമത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി തേടുകയും ചർച്ചയ്ക്ക് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. 12 മണി മുതൽ 2 മണി വരെ 2 മണിക്കൂറാണ് ചർച്ചയ്ക്ക് സമയം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. തുടർച്ചയായി വാർത്തകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെ പോലും തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നിന്ന് തന്നെ പുതിയൊരു പോലീസ് അതിക്രമത്തിൻ്റെ വാർത്ത കൂടി വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അവസരം തന്നെയാണ് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയതിലൂടെ ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.